25 നോസ് വില വരുന്നത് 25 നോസിൻ്റെ താഴെ കാണിച്ചാൽ 32 രൂപ പെർ നോസിന്. കിട്ടി. ഈ ക്യാഷ് സ്വീകരിക്കേണ്ടതിൽ F6 പ്രസ് ചെയ്യുക. ടു ആ സാഗറിൻ്റെ കയ്യിൽ നിന്ന് 960 ക്യാഷ് ഇനി സെയിൽ ചെയ്യാണ്. ഡേറ്റ് ജൂൺ 1 F2 പ്രസ് ചെയ്ത് 1/6 ചേഞ്ച് ചെയ്യുക. F8 സെയിൽ ചെയ്യാണ്. ക്യാഷ് ഒന്നും പറഞ്ഞില്ല, പാർട്ടി തന്നില്ല, അപ്പോൾ ക്യാഷ് കൊടുക്കുക. 5% പ്രൊഡക്റ്റാണ്. സെയിൽസ് ആയിട്ട് 5, പ്രൊഡക്റ്റ് 1000. പക്ഷെ ഇവിടെ എന്ത് കാണിക്കുന്നില്ല, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു ആ പ്രൊഡക്റ്റിൻ്റെ. അതായത് 31 മെയ്യിലാണ് അതിൻ്റെ എക്സ്പയറി ചെയ്യുന്നത്. പക്ഷെ നമ്മൾ നിൽക്കുന്നത് എന്നാ ജൂൺ 1. അപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് പ്രൊഡക്റ്റിൻ്റെ എന്ത് കാണിക്കില്ല, ബാച്ച് നമ്പർ കാണിക്കില്ല. അപ്പോൾ ഈ പ്രൊഡക്റ്റ് നമ്മൾ ശരിക്കും വിൽക്കാൻ പാടില്ല. ഈ റയർ കേസിൽ നമ്മൾ വിൽക്കുകയാണെങ്കിൽ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞൊരു പ്രൊഡക്റ്റ് വിൽക്കണമെങ്കിൽ F12 കീ പ്രസ് ചെയ്യുക. അതിനകത്ത് വീണ്ടും F12 പ്രസ് ചെയ്യുക. ഇവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകും, അലൗ യൂസ് ഓഫ് എക്സ്പയർഡ് ബാച്ചസ് ഫോർ ഓൾ സ്റ്റോക്ക് ഐറ്റം. ഇതെന്ത് ചെയ്യുക, എസ് ചെയ്ത് കൊടുക്കുക. അലൗ യൂസ് ഓഫ് എക്സ്പയർഡ് ബാച്ചസ് ഫോർ ഓൾ സ്റ്റോക്ക് ഐറ്റം എസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ സെയിൽ ചെയ്യാൻ നോക്കുകയാണ്. ഇപ്പോൾ കണ്ടോടാ ബാച്ച് ലിസ്റ്റ് എന്നത്. ഈ ബാച്ച് ഇല്ലാത്ത പ്രൊഡക്റ്റുകൾ നമ്മൾ വിൽക്കില്ല. ബാച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവിടെ എന്ത് ചെയ്തത്, F12 ആക്റ്റീവ് ആക്കിയത്. 80 പാക്കറ്റാണ് വിൽക്കുന്നത്. അല്ല, 30 പാക്കറ്റ് വിൽക്കുന്നത് 80 രൂപയ്ക്ക്. ഇതാണ് ഞാൻ ചെയ്യാറുള്ളത്. അതായത് എക്സ്പയറി ഒരു